ഡിഫറൻസ് ഉണ്ടാവില്ലേ ബ്രസ്റ്റിൽ? ചിലരുടെ റൈറ്റ് ആയിരിക്കാം, ചിലരുടെ ലെഫ്റ്റ് ആയിരിക്കാം. ആ സൈസ് ഡിഫറൻസ് അനുസരിച്ച് കൂടുതലും കേസസ് വരുമ്പം ഈ ബിഗ് സൈസ് ബ്രസ്റ്റിനാണ് ഇതുപോലെ ക്യാൻസർ വരാൻ ഒരു ചാൻസ് ഒന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതുണ്ട്. അതെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ടിഷ്യൂ ഞാനിപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിള് ആ. മെയിലും ഫീമെയിലും. പക്ഷെ മെയിലിന് ഇപ്പം ഉണ്ടെങ്കിൽ അത് അത് വരാത്തത് കുറവ് വരുന്നത് എന്തുകൊണ്ട് അവർക്ക് ബ്രസ്റ്റ് ടിഷ്യൂ കുറവായതുകൊണ്ടാണ്. ഇപ്പം ബ്രസ്റ്റ് ടിഷ്യൂ കൂടുതലുള്ളവർക്ക് ഇപ്പോൾ ആൽക്കഹോളിക് ആൾക്കാർക്ക് ചിലപ്പം ബ്രസ്റ്റ് ടിഷ്യൂ കൂടുതൽ കാണും. ഉം. അവർക്ക് ചിലപ്പം ഫാമിലി ഹിസ്റ്ററി ഇങ്ങനെ ജനറ്റിക് ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം കൂടുതൽ വരാം. ഉം. കൂടുതൽ ഫാറ്റി ആൾക്കാർക്ക് ബ്രസ്റ്റ് ടിഷ്യൂ കൂടുതലുള്ളവർക്ക് വരാം. ഉം. അപ്പോൾ ഫീമെയിലിന് വരുന്ന ഒരു കാരണം തന്നെ ബ്രസ്റ്റ് ടിഷ്യൂ കൂടുതലുള്ളത് കൊണ്ടാണ്. ഓക്കെ. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പിന്നെ ഇപ്പം ഈ ഔട്ടർ ക്വാഡ്രൻറ്റിൽ ഉം. നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഔട്ടർ ആസ്പെക്റ്റിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അവിടെ ബ്രസ്റ്റ് ടിഷ്യൂ കൂടുതലുള്ളതുകൊണ്ടാണ് അതിൽ കൂടുതൽ വരുന്നത്. അതിൻ്റെ ഈ ബ്രസ്റ്റ് ടിഷ്യൂവിൻ്റെ കൂടുതലനുസരിച്ച് ഫാറ്റല്ല, ബ്രസ്റ്റ് ടിഷ്യൂവിൻ്റെ കൂടുതലനുസരിച്ച് അത് വരാം വരാം ചാൻസസ് ചാൻസസ് കൂടുതലാണ്. കൂടുതൽ വരാം. അത് തന്നെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ഇത് ചെയ്തിട്ടില്ല. ലെഫ്റ്റിലൊക്കെ കുറേ സ്റ്റഡീസിൽ ലെഫ്റ്റിലൊക്കെ കൂടുതലെന്നൊക്കെ പറയുന്നുണ്ട്. ആ. പക്ഷെ അതൊന്നും അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ. അങ്ങനെ നോക്കുമ്പം ഏകദേശമൊക്കെ ഈക്വലൊക്കെ തന്നെയാണ് എല്ലായിടത്തും നോക്കുമ്പോൾ. ഓ. ഓക്കെ.